ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഡിസംബർ 31st 2025. സോ ലാസ്റ്റ് ഡേ ഓഫ് 2025. ഈ വർഷം 2025 എന്നെ അപേക്ഷിച്ച് ഭയങ്കര സ്പീഡിനാണ് പോയത്. കാര്യം കുറേ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു വർഷമാണ് 2025. ഒരുപാട് മെമ്മറീസ് കേട്ടോ, ഒത്തിരി മെമ്മറീസ് എനിക്ക് 2025 ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. 2026 അങ്ങനെ ആവട്ടെ ഹോപ്പ്ഫുള്ളി. ഓക്കെ, അപ്പം നമ്മുടെ ന്യൂ ഇയർ പ്ലാൻ ഇപ്രാവശ്യത്തെ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വാഗമണ്ണിൽ ഒരു വർക്കുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓൺ ദ വേ ആണ്. അച്ചു ഒന്ന് ബേർഡ് ഒന്ന് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് സലൂണിൽ കയറി. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം. വന്ന ഉടനെ നമ്മൾ വാഗമണ്ണിലോട്ട് യാത്ര തിരിക്കും. സോ ഇപ്പം സമയം 1 മണിയാവാൻ 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് അച്ചു വരുന്നുണ്ട്. സോ നമുക്ക് പോകുന്ന വഴിയെ നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് വ്ളോഗ് ഇവിടെ തുടങ്ങുവാണ്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. അച്ചു എത്തിയിട്ടുണ്ട്. അച്ചു ഒരു ഹായ് കൊടുക്കും. വേറെ സ്ഥലത്തേക്കാ, വാഗമണിലേക്കാ. ഹായ് ഹായ് ഹായ്. നീ ഫോക്കസ് ഔട്ടാണ്. ഞാൻ സിനിമാറ്റിക് മോഡിൽ ഇട്ടേക്കണം. ഒന്ന് അടുത്തോട്ട് വാ. ഹായ്. എന്നാലും ഫോക്കസ് ഔട്ടാ, കുഴപ്പമില്ല. ഹലോ. താടി മാത്രം ചെയ്ത് നല്ല രസമുണ്ട്. ഇപ്പൊ പ്ലസ് ടു വൈബായി. അതെ, നല്ലതാ. ബാക്ക് വളർത്തണം, സൈഡ് കെട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ടൈം ഇല്ലാത്തോണ്ട് പിന്നെ അവിടെ തിരക്കേണ്ടി വരുന്നില്ല കേട്ടോ. നല്ലതായിരുന്നു. ആ, അതായിരുന്നു നല്ല പ്രീമിയം. ഓക്കെ. അച്ഛന്റെ 2025 എങ്ങനെയുണ്ടായിരുന്നു? പറ കേക്കട്ടെ. 2025 ഭയങ്കര സംഭവപരമായിട്ടുള്ള വർഷമായിരുന്നു. കാരണം കല്യാണം നടന്നു. അല്ല, 2025 ആളെ കെട്ടണമെങ്കിൽ, അല്ല 2025 പറ്റി പറയണമെങ്കിൽ കല്യാണത്തിനെ പറ്റി മാത്രമേ പറയാനുള്ളൂ ശരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പ് അടിച്ചു. അത് ബൈപ്പാസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പോലെ കല്യാണമായിരുന്നു മെയിൻ ഇവന്റ്. എല്ലാവരും ലൈഫിൽ ഒരു കൊല്ലം കല്യാണം നടന്ന വർഷം എന്ന് പറയുമ്പോൾ കല്യാണം തന്നെ ആയിരിക്കും ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2025 മെയ് 25. ഫാൻസി ആയിട്ടുള്ള ഒരു വർഷത്തിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോ 2025 പറ്റി ചോദിക്കുമ്പോ അത് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞു ബേസിക്കലി കുറച്ചൊക്കെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ സമാധാനം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് സമാധാനം കിട്ടുന്നത്. ഇന്നിപ്പോ നമ്മള് പോകുന്ന വാഗമണ്ണാണ്. ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞു, ഞങ്ങൾ വാഗമണ്ണിലോട്ട് പോവാണ്. അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വാഗമൺ പോകുന്നത്. പക്ഷെ അത് വർക്കായത് കൊണ്ട് അതിന്റെ ഒരു മൈൻഡ് സെറ്റിനും ഉണ്ട് എന്റെ ഉള്ളില്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു വൈബ് പിടിക്കാൻ പറ്റും നോക്കാം അല്ലേ. അപ്പൊ ഇല്ലെങ്കിൽ എല്ലാ സമയവും നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ആഘോഷിക്കാറ്. ഇപ്രാവശ്യം ഇങ്ങനെ ഒരു വർക്ക് കിട്ടി, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫുട്ടേജ് ഒക്കെ എടുത്തു തരാൻ ഞാൻ അച്ഛനെ ഏൽപ്പിക്കും. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അവൻ എടുക്കും. അപ്പൊ നമുക്ക് മുന്നോട്ടുള്ള വഴിയെ കാണാം. ഇപ്പോൾ ഉള്ളത് ഇടുക്കി ഗോൾഡിലാണ് നമ്മൾ കയറിയത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. യെസ്, ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ ഇടുക്കി ഗോൾഡിൽ എത്തിയേക്കാണ്. ഇവിടെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ടൈമാണ്, നോക്കാം. താങ്ക് യു. അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെയാണ് അകം, ബട്ട് ഫുഡ് ബിലോ ആവറേജ് ഫുഡായിരുന്നു. മീൻകറിയൊക്കെ വെള്ളം ഒഴിച്ച മീൻകറി പോലെയാണ് തോന്നിയത്. സെപ്പറേറ്റ് മീൻകറി അല്ല, ഈ ചോറിന്റെ കൂടെ കിട്ടുന്ന മീൻകറി ഉണ്ടല്ലോ, കറി മാത്രം. അത് ഇറ്റ്സ് വെരി വെരി ഡിസപ്പോയിന്റിങ്.
മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിന് 100 രൂപ. 100 രൂപയ്ക്കുള്ള മത്തിയൊന്നും ഇല്ലായിരുന്നു അതിൽ. ഇറ്റ്സ് വെരി ബാഡ്. പൈസ പേ ചെയ്തിട്ട് വരുക. ചൂടോടെ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അയ്യോ, ഞാൻ വാഗമണിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 2.5 years ആയി കാണും, ഐ ഗസ്. DC സ്കൂൾ ഓഫ് വാഗമണിൽ എൻ്റെ ചേച്ചി അവിടെ പഠിപ്പിക്കാനുണ്ടായിരുന്നു, പ്രൊഫസറായിരുന്നു. അപ്പൊ അന്നേരം ചേച്ചിക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് 2 years ബാക്ക് ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വാഗമണിൽ വന്നതാണ്. ഇതെന്റെ ഇപ്പൊ സെക്കൻഡ് ടൈമാണ് ഞാൻ വാഗമൺ വരുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്ന എലിസൺ വാലി എന്ന് പറഞ്ഞ റിസോർട്ട് വാഗമൺ ടൗണിൽ നിന്ന് ജസ്റ്റ് 4 kilometers മാത്രമേ ഉള്ളൂ. അപ്പൊ അത്യാവശ്യം റീച്ചബിൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. കുറച്ച് പ്രീമിയം സെറ്റപ്പ് ഉള്ള റിസോർട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്തായാലും പോകുമ്പോൾ നമുക്ക് ആ വിഷ്വലൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, നമ്മളിപ്പോ കുറച്ചുകൂടി സമയം, ഇനി എത്ര 26 kilometer അല്ലേ അച്ഛോ? 26 kilometer കൂടി ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വളവ് വണ്ടി ഇത് സിനിമാറ്റിക്കിൽ ഇടുമ്പോ നീ ബ്ലറാ. ഒരാളെ എടുക്കാൻ വേണ്ടി മാത്രമേ മഞ്ഞ് വീണ. അത് അന്ന് കിരൺ എനിക്കത് സെറ്റ് ചെയ്ത് തന്നതാ. ഈ മോഷൻ വരണോണ്ട്, മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഐഫോണിൽ കൂടി ഇങ്ങനെ ഒരു ബബിൾസ് ഇങ്ങനെ പോകുമ്പോൾ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് മോഷൻ സിക്നസ് ഉള്ള ആൾക്കാർക്ക് ഈ ഫോൺ നോക്കുമ്പോൾ, ഈ ട്രാവലിങ്ങിൽ ഫോൺ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ഇടുമ്പോൾ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് ആ ബബിൾ എന്താണെന്ന് ചോദിക്കുമായിരുന്നു. അയ്യോ, ഞാൻ ബാക്ക് തിരിച്ച് കാണാം. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. കുറച്ച് തണുപ്പും നല്ല കാറ്റും. അപ്പൊ നമുക്ക് യാത്ര തിരിക്കാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. യോ, ചെറിയ മഴക്കോളുണ്ട് കേട്ടോ. ഫോട്ടോ അല്ല, വീഡിയോയാ. നൈസായിട്ടൊരു ഹിഡൻ വ്യൂ ഉണ്ട്, ഞാനത് കാണിച്ചത്. ഇപ്പൊ അത് ഹിഡൻ ആയിട്ടാണോ ഇരിക്കണേ, നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന കോലത്തിലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, പറ്റില്ല. ഞാനിത് എന്നെ മറ്റേ സ്കൂളിലെ പിള്ളേര് കാണിച്ചത്. ഇവിടെ അടി നിർത്തണ്ടേ, ആ വണ്ടിക്കാരൻ വീട്ടാണ് കണ്ടില്ലേ? അതന്നെ. ഇവിടെ പോകാനുള്ള വഴിയുണ്ട് ഗൈസ്. നമ്മുടെ പിള്ളേരത് ചവിട്ടി പിടിച്ച് വച്ചിട്ടുണ്ട്. വ്യൂ ഈ വഴി പോകും ഗൈസ്.
ഒരു ചെറിയ വ്യൂ കാണിക്കാൻ കൊണ്ടുപോകണം ഗൈസ്. കൊക്കയാണ്, നോക്കിപ്പോ നോക്കിപ്പോ. ലോകത്തുള്ള എല്ലാം കാണണം ഗൈസ്, പക്ഷെ പേടിന്ന് പറഞ്ഞ ആറ്റം പേടിയാ. ലെഫ്റ്റ് പണ്ടിത് കുറച്ചും കൂടി സെറ്റപ്പ് ആയിരുന്നു. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു കോളേജ് ഉണ്ട്. ആ കോളേജ് പിള്ളേരാണ് ഒരു ദിവസം വന്നപ്പോൾ എന്നെ ഈ സ്പോട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല രസം വന്നിരിക്കാം വൈകുന്നേരം ആകുമ്പോൾ. സൂര്യനൊക്കെ തെറ്റിയത് അവിടെ ഇങ്ങനെ സൂര്യൻ്റെ വണ്ടി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങും. ഓക്കെ ബൈ ഗായ്സ്. ഓക്കെ ഗായ്സ്, നിൽക്കുന്നതാണ് ജ്വാലയ്ക്ക് ഹൈറ്റ് പേടിയാണെന്നാണ് ജ്വാല പറയുന്നത് ഗൈസ്. പക്ഷെ ജ്വാലയ്ക്ക് എല്ലാം കാണണം, പക്ഷെ സേഫ് ഡിസ്റ്റൻസിൽ നിന്നാണ് ജ്വാല എല്ലാം കാണുന്നത്. ക്യൂട്ട്നെസ് തൂരി മെഴുകി ഗൈസ്. ദേ പോണു. വാലിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വച്ചിട്ടാണ് ഇന്നത്തെ ഫങ്ഷൻ. ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ജ്വാല ആങ്കറിങ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വെച്ചിട്ടാണ്. ദെൻ തന്നെ ഇവിടുത്തെ പൂള് കൊള്ളാം, നല്ല ഹൈഫി സെറ്റപ്പാണ്. വർക്ക് ഹോളിക് മാൻ വാഗമൺ വന്നിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ? ഡെഡിക്കേഷൻ. അതെ, അത് ശരിയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്ക ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. കാരണം ഞാനിപ്പോ വിളിച്ചിട്ട് 5 കൂട്ടുകാരും വർക്കില്ല. ഇനി 6, 7 മണിക്കാർക്കൊക്കെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം ന്യൂ ഇയർ എന്ന് ആഘോഷിക്കാൻ. അപ്പൊ ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ഡെഡിക്കേറ്റഡ്. Give it a try. Okay? Your time starts now.